ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ടിഫിന് കൊടുക്കാൻ ഇങ്ങനെ ടോസ്റ്ററിൽ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു, ചായയൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഉണ്ടാക്കുന്നത് പുട്ടാണ്. ഞാൻ പുട്ട് മിക്കവാറും ഉണ്ടാക്കുന്നത് ആദ്യം ഇങ്ങനെ ഇത്തിരി ലൂസായിട്ട് മാവ് കുഴച്ച് കൊടുക്കും. എന്നിട്ട് അതിൽ ഒരു സ്പൂൺ എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പിന്നെ കുറച്ച് ഡ്രൈ പൗഡർ കൂടെ ഇട്ടിട്ട് പൾസ് ചെയ്യും. അപ്പം പൗഡർ നമ്മൾ പൾസ് ചെയ്യുന്ന സമയത്ത് മാവ് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഡ്രൈ പൗഡർ ഇട്ട് കൊടുക്കും. അഥവാ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരിത്തിരി നമ്മൾ ലൂസായിട്ട് എടുത്ത് മാവ് ഇട്ട് കൊടുക്കും. എന്നിട്ടിങ്ങനെ പൾസ് ചെയ്ത് എടുക്കും. ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടാണ് അത് കുഴച്ചത് ലൂസായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പ്രൊസീജിയർ നമ്മൾ രാത്രിയിലെ ചെയ്ത് ഫ്രിഡ്ജിൽ ഈ പൊടിയെടുത്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പൂ പോലെ പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിള്ളേർക്ക് ഇവിടെ അങ്ങനെ തേങ്ങ വേണമെന്നില്ല. എൻ്റെ മൂത്ത മോന് പുട്ടും പഴത്തിനേക്കാൾ ഇഷ്ടം പുട്ടും കടലക്കറി, അങ്ങനെ കറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു കുറ്റി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇവർക്കൊക്കെ ചായ കൊടുത്തായിരുന്നു. പിന്നെ ഞാനിവിടെ ചായ കുടിക്കാനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പുട്ടൊക്കെ ഇവിടെ റെഡിയായി. പുട്ടും പഴവും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗോതമ്പ് പുട്ടും പഴവും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ചട്ടിക്കകത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ വഴന്ന് കിട്ടും. അപ്പം ഞങ്ങൾക്ക് ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ഇത്തിരി കടുക് ഇട്ട് ഇച്ചിരി പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം കറിവേപ്പില ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി ആയതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് 2-3 സവാളയും ഇട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വാട്ടി പിന്നെ വേണമെങ്കിൽ അടച്ചിടുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ചട്ടിയുടെ ചൂടിലിരുന്നങ്ങ് വാടി കിട്ടും. സവാളയൊക്കെ ഒന്ന് വാടി വന്നാൽ ഞാൻ ഇതിലേക്ക് ഒരു ടൊമാറ്റോയുടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വലിയ ടൊമാറ്റോ ആയിരുന്നു. എന്നിട്ട് ആ ടൊമാറ്റോയിൽ ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുത്ത്. അപ്പോൾ ആ ടൊമാറ്റോയൊക്കെ ഒന്ന് വാടി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, തീ ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെറിയ തീയിലിട്ടതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഞാനൊന്ന് അടച്ചു കൊടുത്തേ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ച് വെച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കുന്നത് കാബേജും ക്യാരറ്റും കൂടി ഇട്ട തോരനാണ്. ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് സവാളയിട്ട് അതൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നമ്മൾ കാബേജ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.